ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പിന്റെ 14-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നാം ധ്യാനിക്കുന്നത് വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം 27-ാം വാക്യമാണ്. നാം ഇപ്രകാരം വായിക്കുന്നു: മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച് ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കുന്നതിന് എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ചു കീഴടക്കുന്നു. ഇവിടെ വിശുദ്ധ പൗലോസ്ലീഹ ഒരു ആത്മശോധന നടത്തുകയും ആത്മസംയമനം എന്ന പുണ്യം അഭ്യസിക്കേണ്ടതിൻ്റെ ആവശ്യകത കാണിച്ചു തരികയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിക്കുന്നത് എളുപ്പമാണ്, എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് ബുദ്ധിമുട്ടാണ് എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു എന്ന്. ആത്മീയ വളർച്ച നാം ആഗ്രഹിക്കുന്നെങ്കിൽ, സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, നമ്മുടെ ലൗകിക ആഗ്രഹങ്ങളെ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. സ്വമനസ്സാലെ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിച്ച് ദൈവത്തോട് അടുക്കുവാൻ നാം ശ്രമിക്കണം. നമുക്കൊക്കെ ജീവിതത്തെപ്പറ്റി വളരെയേറെ കണക്കുകൂട്ടലുകളുണ്ട്. ആരോഗ്യമുള്ളപ്പോൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ, കാണേണ്ട സ്ഥലങ്ങൾ, അങ്ങനെയൊക്കെ. എന്നാൽ നാം എത്ര പ്രാവശ്യം ചിന്തിക്കാറുണ്ട്, ആരോഗ്യമുള്ളപ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന സ്വീകരിക്കണം, കൂദാശകളിൽ പങ്കെടുക്കണമെന്നൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തോട് ചേർത്ത് നിർത്തണമെങ്കിൽ ആത്മീയ ജീവിതത്തിന് ലൗകിക ജീവിതത്തേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ ശാരീരിക ആരോഗ്യം നിലനിർത്തുവാനായി നാമൊക്കെ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നവരാണ്. അതുപോലെ ആത്മീയ ആരോഗ്യത്തിന് വേണ്ടി നമ്മുടെ ലൗകിക ആഗ്രഹങ്ങളെ കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് പ്രാർത്ഥന, ബൈബിൾ വായന, വിശുദ്ധ കുർബാന, ഉപവാസം, ദാനധർമ്മം എന്നിങ്ങനെയുള്ള ജീവിതശൈലികൾ നാം അഭ്യസിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഏറ്റവും പറ്റിയ സമയം ഈ നോയമ്പുകാലം തന്നെയാണ്. നമ്മുടെ ചിന്തകളെ വിശുദ്ധീകരിച്ചുകൊണ്ട്, വാക്കുകളെ നിയന്ത്രിച്ചുകൊണ്ട്, നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപയ്ക്കായി ക്രൂശിതനോട് നമുക്ക് പ്രാർത്ഥിക്കാം.